ഹായ് ഫ്രണ്ട്സ്, ഞാൻ അല്ലയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാർ ആണ്. അപ്പൊ ഇവിടെ ഞാൻ പനയുടെ കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളിപ്പോ പനയുടെ കമ്പൊക്കെ നമ്മള് ഇന്നലെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ നമ്മള് 12 കമ്പ് സെയിം നീളത്തിലുള്ള എടുത്തിട്ടുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ എടുക്കണം. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ വെക്കണം. ഇനി നമ്മൾ ഇതിന്റെ സൈഡ് നമ്മൾ ഒരു നൂല് വെച്ച് കെട്ടണം. നമ്മളിപ്പോ അത് കെട്ടാൻ പോവുകയാണ്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരുന്ന ഷേപ്പിൽ ഇതുപോലെ നമ്മൾ 4 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഇപ്പൊ ഞാൻ ആ ട്രയാങ്കിൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നമ്മൾ 3 സൈഡ് ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഒരു ടാഗ് വെച്ച് ഇങ്ങനെ ഗ്രീൻ കളർ പോലെ വരും. അപ്പം പിന്നെ നമ്മൾ ഒന്നുണ്ടാക്കിയിട്ടുണ്ട്. ദാണ്ട ഇപ്പൊ നമ്മൾ ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് താഴ്പ്പുണ്ട്. നമ്മൾ ഇനി ഇത് ഉൾട്ടാ പോലെ വെക്കണം. ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ ആക്കി വെക്കണം. ഇത് നമ്മളിവിടെ നോക്കണം ഇത് കറക്റ്റ് സൈഡ് ആണോ എന്ന്. ഇവിടെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ഇപ്പം നമ്മൾ ഇത് 2 ട്രയാങ്കിൾ, ഇത് ഒരു ട്രയാങ്കിള്, ഇത് പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിള്. നമ്മളിത് 2 ട്രയാങ്കിളും കൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, നമ്മളിങ്ങനെ ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വെക്കണം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മള് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വെക്കണം. ആദ്യം ഇങ്ങനെ വെക്കണം ട്രയാങ്കിള്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇങ്ങനെ അതിൻ്റെ മുകളിലോട്ട് വെക്കണം. അതിൻ്റെ മുകളിലോട്ട് താണ്ട ഇങ്ങനെ വെക്കണം. എന്നിട്ട് താണ്ട ഇവിടെ നമ്മൾ ഇങ്ങനെ കെട്ടണം. പിന്നെ ഇവിടെ നമ്മൾ ഇതുപോലെ കെട്ടണം. പിന്നെ അവിടെ നമ്മൾ ഇതുപോലെ കെട്ടണം. പിന്നെ താണ്ട അവിടെയും കെട്ടണം. ഇതുപോലെ ഇവിടെയും കെട്ടണം. ഇതുപോലെ നമുക്ക് ഇനി 4 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 2 എണ്ണം കൂടെ ബാക്കിയുണ്ട്. ആ 2 എണ്ണം ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്റ്റാർ ഉണ്ടാക്കണം. ഇനി നമ്മൾ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാറിന്റെ പുറത്ത് നമ്മൾ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ അത് 2 കൂടെ കൂട്ടിക്കെട്ടണം. ഇവിടെ ഞാനൊരു നൂല് പോലത്തെ ഒരു സംഭവം കൊണ്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അതുപോലെ ഞാൻ എല്ലാ സൈഡും ഇവിടെയും എല്ലായിടത്തും അങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ എടുക്കണം. അത് നമുക്ക് 5 എണ്ണം വേണം. ഇതുപോലെ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇപ്പം ഞാനവിടെ ഒന്നിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വെച്ചാൽ ഈ സ്റ്റാറിന് ഒരു പൊക്കത്തിലിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെയും ഇവിടെ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതുപോലത്തെ കഷ്ണങ്ങൾ വെക്കണം. അത് 5 എണ്ണം നമ്മൾ വെക്കണം. അപ്പം ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ കമ്പ് വെച്ച്, ഇവിടെയും കമ്പ് വെച്ച്, ഇവിടെയും കമ്പ് വെച്ച്, ഇവിടെയും കമ്പ് വെച്ച്, അവിടെയും കമ്പ് വെച്ച്. അപ്പോൾ നമ്മളങ്ങനെ കമ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിക്കാം. കണ്ടാ, നല്ല രസമുണ്ടാണ്. ഇപ്പം തന്നെ സ്റ്റാറായി എന്ന് പറഞ്ഞാൽ മതി. കണ്ടാ രസമില്ലേ കാണാൻ? അപ്പം നമ്മുടെ സ്റ്റാർ ഇത്രയും വരെ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാറിൻ്റെ ഓൾമോസ്റ്റ് നമ്മളെ ഫ്രെയിം ഇപ്പം കരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടാ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പേപ്പർ ഒട്ടിക്കണം. അപ്പം ഇന്നലെ നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കി വെച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നും നമ്മൾ ഇനിയും ഇതിൻ്റെ പുറത്തൊക്കെ ഒട്ടിക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു പേപ്പർ എടുക്കണം. ആ പേപ്പർ നമ്മളിങ്ങനെ ഈ അളവിൽ വരുന്ന അതുപോലെ നമ്മൾ പേപ്പർ കെട്ടണം. നിങ്ങൾ ചിലപ്പോൾ ചെറുതാണായിരിക്കും. അതുപോലെ അവിടുത്തെ സൈസ് നമ്മൾ കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾക്ക് അത്ര ഉണ്ട്. അത് കാരണം നമ്മൾ ഇത്ര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നമ്മളിവിടെ ഇല്ലേ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ട് കയറി നിർത്തില്ല. നമ്മൾ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ പുറയിലുള്ള സ്റ്റാർസ് ഒക്കെ ഇല്ലേ ഇങ്ങനെ വരും. അപ്പം ഒട്ടിക്കുന്ന നേരത്ത് വൈറ്റ് പേപ്പർ ആണെങ്കിൽ കുറച്ച് നല്ലതാണ്. പിങ്കോ ബ്ലൂ ആണെങ്കിൽ അത്ര കുഴപ്പമില്ല. പക്ഷെ നല്ല തിന്നായിട്ടുള്ള പേപ്പർ എടുക്കണം. ഇങ്ങനെ ഹാർഡായിട്ടുള്ള പേപ്പർ എടുക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ഇടുന്ന നേരത്ത് ലൈറ്റ് വരത്തില്ല. ഇല്ലെങ്കിൽ ലൈറ്റിന് നേരത്തെ ലൈറ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾ പഞ്ച് കൊണ്ട് പഞ്ച് ചെയ്യേണ്ടി വരും. എനക്കാരെല്ലാം തിന്നായിട്ടുള്ള പേപ്പർ കൊണ്ട് നമ്മൾ ഇത് ചെയ്യണം. ഇത് മുഴുവനും നമ്മൾ ഇങ്ങനത്തെ പേപ്പർ കൊണ്ട് ഒട്ടിക്കണം.
അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒട്ടിക്കണം. എന്നാണ് ഇവിടെ. അപ്പം നമ്മളിപ്പം ഇവിടെ സൈഡിലും ഇവിടെയും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി മിഡിൽ പാർട്ടും പിന്നെ മറ്റേ സൈഡിൽ നിന്ന് വെച്ചാൽ നമ്മളിനി തിരിക്കുമ്പോൾ ഇവിടെയും ഒക്കെ ഒട്ടിക്കണം. അപ്പം മറ്റേ സൈഡിൽ ഇനി മിഡിൽ പാർട്ടിയും കൂടെ ഇനി കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ കണ്ട അതിൻ്റെ അകത്തൊക്കെ നല്ല രസമുണ്ട്. ഈ സ്റ്റാർ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ലൈറ്റ് ഇടുവാണെങ്കിൽ നമ്മളില്ലേ ഈ സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ പുറത്ത് വരും. ഇങ്ങനെ വെച്ചാൽ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റാറിൻ്റെ ഇത് ഇങ്ങനെ പുറത്ത് വരും. നല്ല രസമാണ്. അപ്പം ഇനി നമുക്ക് ഈ മുകളിലത്തെ സൈഡും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നടുക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ 2 സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആകപ്പാടെ ബാക്കിയുള്ളത് നടുക്ക് മാത്രമാണ്. ഇപ്പം നമ്മൾ ഒരു സൈഡിൻ്റെ നടുക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒട്ടിക്കണം. നമ്മളുടെ മറ്റേ സൈഡ് താണ്ട് ഇപ്പം ഇത് ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നല്ല രസമാണ്. സ്റ്റാറൊക്കെ കണ്ടോ നമ്മൾ ഇത് തിരിച്ചൊട്ടിച്ചുകൊണ്ടാണ്. അപ്പം പിന്നെ നമ്മൾ ഇതിൻ്റെ അത് ലൈറ്റ് ഇട്ട് വരുമ്പോൾ ഭയങ്കര രസം. ബിക്കോസ് ലൈറ്റ് നമ്മളിങ്ങനെ അടിച്ച് വരുമ്പോൾ അതിൻ്റെ പുറത്തോട്ട് ഈ സ്റ്റാർസിൻ്റെ ഇതില്ലേ ആ ഷാഡോ അല്ല അതുപോലത്തെ ഒരു സംഭവം ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നല്ല രസമാണ് കാണാൻ. ഇപ്പൊ കണ്ടോ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് ഒരു ലൈറ്റിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ നല്ല രസമില്ലേ കാണാൻ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നമ്മളിങ്ങനെ സ്റ്റാർ അകത്താക്കി വെക്കുവാണെങ്കിൽ നമ്മൾ ആ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ആ സ്റ്റാറിൻ്റെ ഇത് ഇങ്ങനെ പുറത്തോട്ട് വരുന്നു. ഇത് കണ്ടോ നല്ല രസമില്ലേ കാണാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സുമായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി. അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസും പിന്നെ ന്യൂ ഇയറും. അപ്പം ബൈ. ഇപ്പൊ കണ്ട നമ്മുടെ ബാൽക്കണിയുടെ അവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. താഴെക്കൂടെ പോകുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ സ്റ്റാറിൽ നോക്കിക്കണം. ബിക്കോസ് നല്ല വെളുപ്പം പിന്നെ ലൈറ്റും കൂടെ വരുന്ന നേരത്ത് ഇവിടെ ശരിക്കും അത്ര ലൈറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് വരുന്ന നേരത്തില്ലേ എല്ലാവരും ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. ഇങ്ങോട്ടോട് നോക്കുന്ന നേരത്തെ ഒരു വലിയ സ്റ്റാർ എടുക്കും. അപ്പോൾ പിന്നെ അതൊക്കെ ശേഷിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനൊരു കമ്പനി നല്ലതായിട്ട് കെട്ടി വെക്കണമെങ്കിൽ ഇത് താഴോട്ട് വീഴുവാണെങ്കിൽ ആരിൽ തലയിലോട്ട് വീഴുവാണെങ്കിൽ ആരുടെ അവസരമൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കറിയാലോ. അപ്പം നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ചെയ്യണം. ഓക്കെ.